എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടില് പൊതുവെ പറഞ്ഞിരുന്നത് ഇത് എന്തിന്റെ ഉപദ്രവമാണ്, അതായത് ശരീരത്തിൽ എന്തോ കൂടിയതാണ്, ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. ഫസ്റ്റ് എന്നെ കൊണ്ടുപോയത് വീട്ടിന്റെ അടുത്തുള്ള ഒരു ഹിന്ദുക്കളുടെ അവരുടെ വിശ്വാസപ്രകാരം നടത്തുന്ന ഒരു അമ്പലമാണ്, ഒരു കുട്ടിച്ചാത്തന്റെ സേവയുള്ള ഒരു അമ്പലമുണ്ട്. അവിടെ ഒരു ദിവസം, അവിടെ ശനിയാഴ്ചകളിലാണ് ഇതുള്ളത്, അതായത് പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതിനൊരു ദിവസം എന്നെ അവിടെ കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയപ്പോ ആ അമ്പലത്തിന്റെ ചുറ്റിലും നാളികേരം വെച്ചിട്ടുണ്ട്. ചുറ്റിലും നാളികേരം വെച്ചേക്കും. അത് നമ്മൾ കൊണ്ടുപോകുന്ന ആൾക്കാർ ഇങ്ങനെ നിരത്തി വെക്കണം. അപ്പൊ ഓരോരുത്തരുടെ നാളികേരം പൊട്ടിച്ചിട്ട് അതിന്റെ അകത്ത് നോക്കിയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിക്കും. പുള്ളി പറയും നിങ്ങൾക്ക് ഇങ്ങനെ ദോഷമുണ്ട്, ഇങ്ങനെ ദോഷമുണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെ എന്റെ നാളികേരം എത്തിയപ്പോ പുള്ളിക്കാരന് ആ നാളികേരം എടുത്ത് ഉടച്ചിട്ട് ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് പുള്ളി പറഞ്ഞു, ഇത് പഞ്ചമുഖിയുടെ ഉപദ്രവമാണ്. ഈ കുട്ടിയുടെ ശരീരത്തിലെ പഞ്ചമുഖി എന്ന് പറഞ്ഞൊരു ദേവതയാണ്. ഇത് കുട്ടിക്കാലത്ത് ഏതോ പുഴയിൽ മുങ്ങി കുളിച്ചപ്പോ ശരീരത്തിന്റെ വൃത്തി എന്റെ ശരീരത്തിൽ കയറിയതാണ്. അപ്പോ ഇങ്ങനെയുള്ളവര് രാത്രി കിടന്നുറങ്ങുമ്പോ ഇവരുടെ അടുത്ത് ഗന്ധർവ വരും. ഇത് പെൺകുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര പ്രശ്നമായേനെ, ആൺകുട്ടിയോട് അത്ര പ്രശ്നമില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇത്ര ദിവസം ഇങ്ങനെ പൂജ ചെയ്യണം. നിങ്ങളൊരു കാര്യം ചെയ്യുക, വീട്ടിൽ പോയിട്ട് ഈ കുട്ടി കിടക്കുന്ന റൂമിന്റെ സൈഡിൽ നിന്ന് കുറച്ച് മണ്ണ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ വീട്ടിലുള്ള സമയത്ത് സാധാരണ ബാത്റൂം കോമൺ ഡൈനിങ് ഹാളിലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക വെച്ചാ ജനൽ വഴി പുറത്തേക്ക് മൂത്രം ഒഴിക്കും. രാത്രിയൊക്കെ പുറത്തു പോവാൻ മടിയാവണ സമയം രാവിലെ ഉമ്മ മണ്ണ് വാരിയത് ആ ജനലിന്റെ താഴെ. ഈ മണ്ണും കൊണ്ട് ഞങ്ങള് പിറ്റത്തെ ദിവസം പോയിട്ട് പുള്ളിക്കാരന്റെ അടുത്ത് പിറ്റേന്ന് ഇത് ശനിയാഴ്ച പോയി പുള്ളിക്കാരൻ ഈ മണലെടുത്ത് നന്നായി ഒന്ന് മണത്ത് 2 പൊടിയെടുത്ത് നാക്കി വെച്ചിട്ട് പറഞ്ഞു, ഇത് ശരിക്ക് പഞ്ചമുഖിയുടെ ഉപദ്രവം തന്നെ. ഇത് നമ്മൾ നല്ലോണം നോക്കിയാൽ നിങ്ങൾക്ക് നല്ലതാ, അല്ലെങ്കിൽ കുട്ടിക്ക് ഉപദ്രവ. മത്സ്യാഹാരങ്ങൾ കഴിക്കരുത്, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു പുള്ളിക്കാരൻ. മത്സ്യം, മീൻ, എന്താ പറയാ, മുട്ട, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കരുത്. ഇത് അങ്ങനത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല അത് ശരീരത്തിൽ കൊണ്ടു നടക്കണം. ഉമ്മ പറഞ്ഞു പറ്റില്ല, ഞങ്ങൾക്ക് ഇത് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ട് ഇവര് പറയണതൊക്കെ ചെയ്യണുണ്ട്, കുറെ പൈസ അവിടെ ചെലവാകുന്നില്ല, അതൊരു മാറ്റവും വരുന്നില്ല.